യക്ഷിയുടെ പ്രേതം. ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള വഴി പോകുമായിരുന്നു. ആ വഴിയിലൂടെ രാത്രിയിൽ ആരെങ്കിലും യാത്ര ചെയ്ത പിന്നെ അവരെ കാണാനില്ലായിരുന്നു. നഗരത്തിലേക്ക് പോകാനും കഴിയില്ലായിരുന്നു, തിരിച്ച് ഗ്രാമത്തിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവർക്കും ഇതൊരു പ്രശ്നമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരാൾക്ക് മനോജിന് രാത്രിയിൽ നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നിട്ട് അവന് അയാളുടെ കൂട്ടുകാരൻ ഹർഷിനോട് പറഞ്ഞു, എടാ, ഇന്ന് രാത്രി എനിക്ക് പട്ടണത്തിലേക്ക് പോണം. ആ, ഇന്ന് രാത്രി നിനക്ക് പോണോ? കാലത്ത് പോകാലോ. ഇല്ലടാ, എന്റെ ചേട്ടന് തീരെ സുഖമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ പോയി കണ്ടേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് മനോജ് അവന്റെ ബൈക്കും എടുത്തോണ്ട് അവിടുന്ന് പുറപ്പെട്ടു. അവൻ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി ആ വഴിക്കൂടെ പോകുമ്പോ, അതും നഗരത്തിലേക്ക് പോകുന്ന വഴി, അവൻ ആ വഴിക്കൊന്നും മനസ്സിലായില്ല. ആ, എല്ലാരും എന്താ ഈ വഴിയിൽ പോവാൻ പേടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ, ഈ സ്ഥലം വളരെ ഭംഗിയുള്ളതല്ലേ? മനോജ് ഈ കാര്യം ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവൻ ഒരു പെങ്കൊച്ചിന്റെ ഒച്ച കേട്ടു. നിക്കൂ, ബൈക്ക് നിർത്തൂ, എന്നെ ഒന്ന് സഹായിക്കൂ. മനോജ് ബൈക്കും നിർത്തി അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയപ്പോ അവന്റെ ബൈക്കിന്റെ അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു കുട്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ കഴിയുമോ? ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. അത് നിങ്ങൾ ആരാണ്? ഈ രാത്രിയിൽ ആരുമില്ലാത്ത ഈ വഴിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ എന്നോട് സഹായം ചോദിക്കുന്നത്? എന്റെ പേര് ഹേമ എന്നാണ്. ഞാൻ എന്റെ സുഹൃത്തിനോടൊപ്പം നഗരത്തിലേക്ക് പോവായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞങ്ങള് രണ്ടുപേരും പിരിഞ്ഞു. എനിക്കിപ്പോ നഗരത്തിലേക്ക് പോണു. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? ഹേമ പറഞ്ഞ കാര്യം സത്യമാണെന്ന് മനോജിന് തോന്നി. അതുകൊണ്ട് അവൻ അവളെ സഹായിക്കാമെന്ന് ചിന്തിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പുറപ്പെട്ടു. വഴിയില് രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു. എന്നിട്ട് രാവിലെ ആയപ്പോ മനോജിന്റെ അനിയന്റെ ഫോൺ ഹർഷിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ ചോദിച്ചു, ഹലോ, ഞാൻ മനോജിന്റെ ചേട്ടൻ സംസാരിക്കുന്നേ. എനിക്ക് മനോജുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? പക്ഷെ ഇന്നലെ രാത്രി മനോജ് നിങ്ങളെ കാണാനാണല്ലോ ഇറങ്ങിയത്. അവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ? ഇല്ലല്ലോ, അവൻ ഇതുവരെയും വന്നിട്ടില്ലല്ലോ. എനിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് അവൻ കൂടുണ്ടായ വളരെ കൊള്ളാം. നിങ്ങൾ പേടിക്കണ്ട, അവൻ എവിടെയാ പോയതെന്ന് ഞാൻ കണ്ടുപിടിക്കാം. നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ. ഇങ്ങനെ ഹർഷ് മനോജിന്റെ അനിയനോടെല്ലാം പറഞ്ഞു. പക്ഷേ അവനും വളരെ വിഷമത്തിലായിരുന്നു. എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി, മനോജ് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? ഈ സമയം അവൻ അവന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോകേണ്ട സമയമായില്ലേ? ഞാൻ പോയി അതേ വഴിയിൽ തന്നെ പോയി നോക്കാം. കാണാതെ പോകുന്നവര് എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ആലോചിച്ച് ഹർഷ് അവിടുന്ന് പുറപ്പെട്ടു. അവൻ ആ വഴി തന്നെയാണ് എത്തിയത്. അവൻ അവിടെ ഇവിടെ എല്ലാം അന്വേഷിച്ചു. പക്ഷേ അവൻ അവിടെ ആരൊന്നും കണ്ടില്ല. അങ്ങനെ ഹർഷ് നന്നായി ക്ഷീണിച്ച് തിരിച്ചു വീട്ടിലേക്ക് വന്നു. അവൻ നടന്ന സംഭവമെല്ലാം ഗ്രാമത്തിലെ എല്ലാവരോടും പറഞ്ഞു. അപ്പോഴാണ് കൂട്ടത്തിലുള്ള മീനാക്ഷി പറഞ്ഞു, ഇത് വളരെ മോശമായി പോയി. ഈ സമയത്ത് മനോജിന്റെ അനിയന് അവനെ വലിയ ആവശ്യമുണ്ട്. പക്ഷേ അവനെ കുറിച്ച് വിവരമൊന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് മനോജിനെ തേടി കണ്ടുപിടിച്ചാൽ ശരിയാവുള്ളൂ. പക്ഷെ ഞാൻ അവനെ എല്ലാ സ്ഥലത്തും തിരക്കി. പക്ഷെ അവനെ ഞാൻ എവിടെയും കണ്ടില്ല. അവനെ ഇനി എവിടെ പോയി അന്വേഷിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അവരെ പകലാണല്ലോ അന്വേഷിച്ചത്. ഇനി നമ്മൾ എല്ലാവരോടും ചേർന്ന് രാത്രിയിലെങ്ങാണോ അന്വേഷിച്ചാലോ? അതെ, എല്ലാരും പട്ടണത്തിലേക്ക് പോകുന്ന വഴിയിലാണ് എല്ലാരും കാണാതായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് രാത്രി പോയി നോക്കുന്നത് നല്ലത്. ഇതും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിലെ എല്ലാവരും ചേർന്ന് ആ വഴിക്കോട്ട് പോയി. ആ വഴിയില് അവർക്ക് ആ പെങ്കൊച്ചിനെ കണ്ടെത്തിയത്. അവളുടെ പേര് ഹേമ എന്നായിരുന്നു. അവരെ എല്ലാവരെയും കണ്ടപ്പോ ഹേമ അവരോട് സഹായം ചോദിച്ചു. നിക്കൂ, എന്നെ സഹായിക്കൂ പ്ലീസ്, നിങ്ങള് എന്നെ ഒന്ന് സഹായിക്കൂ. ഹേമയുടെ ഒച്ച കേട്ടപ്പോ എല്ലാവരും അവിടെ നിന്നു. അപ്പോഴാണ് മീനാക്ഷി പറഞ്ഞത്, ആരാണ് നീ? ഇത്രയും രാത്രിയായിട്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ സുഹൃത്തിനോടൊപ്പമാണ് വന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ പിരിഞ്ഞു. ഞാൻ അവളെ കുറെ നേരം കൊണ്ട് അന്വേഷിക്കുന്നു. ഇന്നലെ രാത്രി എന്റെ ഫ്രണ്ട് മനോജും ഈ വഴിയാ വന്നത്. പക്ഷെ അവനെ എവിടെയോ കാണാതായിരിക്കാണ്. ഞങ്ങൾ അവനെ അന്വേഷിച്ചാ വന്നത്. അവന്റെ കയ്യില് ബൈക്ക് ഉണ്ടായിരുന്നോ? അതെ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്റെ സുഹൃത്തിനെ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ കാട്ടില് ആ ബൈക്ക് കണ്ടായിരുന്നു. പ്ലീസ് പ്ലീസ്, നിങ്ങൾക്ക് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെന്താ, തീർച്ചയായിട്ടും വരൂ എന്റെ കൂടെ. ഇതും പറഞ്ഞുകൊണ്ട് ഹേമ അവരെ മനോജിന്റെ ബൈക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മനോജിന്റെ ബൈക്ക് കാട്ടിൽ കണ്ടപ്പോ അവരെല്ലാരും ആശ്ചര്യപ്പെട്ടു.
അപ്പോഴാണ് മീനാക്ഷി പറഞ്ഞത്, മനോജിന്റെ ബൈക്ക് ഇവിടെ എങ്ങനെയാ വന്നത്? അയാള് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോയാ പോരായിരുന്നോ? പിന്നെ എങ്ങനെയാ കാട്ടിനകത്ത് വന്നേ? അപ്പോഴാണ് പെട്ടെന്ന് ഹേമയുടെ കണ്ണുകൾ ചുമന്നത്. അവളുടെ കയ്യിലെ നഖവും അവളുടെ മുടിയും നീളം വെച്ചു. അവളുടെ ശരീരത്തിനും മുഖത്തിനും ആരോ മാന്തിയ പാട് വന്നത്. എന്നിട്ട് അവള് ഒരു പ്രേതമായിട്ട് മാറി. എന്നിട്ട് അവള് പേടിപ്പിക്കുന്ന ഒച്ചയിൽ പറഞ്ഞു, അവനെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ അഭയം എവിടാന്നുള്ളത് ഞാൻ നിങ്ങളെ എല്ലാവരെയും പിച്ച് ചീന്തി തിന്നും. ഹേമയുടെ ഈ രൂപം കണ്ടപ്പോ അവിടെ നിന്ന് എല്ലാവരും പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ധൈര്യമെല്ലാം ചേർത്ത് ഹർഷ ആ പ്രേതത്തിനോട് ചോദിച്ചു, നീ ആരാണ്? ആ അഭയ ആരാണ്? ഞങ്ങൾക്ക് അഭയ എന്ന് പറഞ്ഞ ആരും അറിയില്ല. ഞാൻ ഒരു പ്രേതമാണ്. ഞാൻ എന്റെ പ്രേമം അന്വേഷിച്ച് അവിടെ ഇവിടെയും അലയാണ്. നിന്റെ പ്രേമം അന്വേഷിച്ചോ? നോക്ക്, നീ ഒന്ന് തെളിച്ചു പറഞ്ഞേ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് വർഷം മുമ്പേ ഞാൻ ഒരു ചെറുക്കൻ അഭയമായിട്ട് പ്രേമത്തിലായിരുന്നു. എന്നിട്ട് അവനും എന്നോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്നേഹം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം അഭയൻ ഞാനും ആ വഴിക്കൂടെ നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങളെ ഗ്രാമത്തിലെ ആൾക്കാർ ഞങ്ങളെ പെട്ടെന്ന് പിടിച്ചത്. എന്നിട്ട് എന്നെ തല്ലി നിങ്ങൾ എന്നെ കൊന്നു. എന്നിട്ട് അഭയനെ നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോയി. എന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്റെ പ്രേമം ഇവിടെ തന്നെ അന്വേഷിക്കുമായിരുന്നു. പക്ഷെ അതില് ഞങ്ങൾ ചെയ്ത തെറ്റെന്താ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നേ? ഞാനും എന്റെ പ്രിയപ്പെട്ട അഭയ ആരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും നിങ്ങൾ എല്ലാവരും എന്നെ ചേർന്ന് തല്ലിക്കൊന്നു. ഞങ്ങൾക്ക് സത്യമായിട്ടും അറിയില്ല അഭയ എവിടെയാണെന്ന്. ഞങ്ങളെ ഒന്ന് പോകാൻ അനുവദിക്ക്. ഇല്ല, ഞാൻ നിങ്ങളെ പോകാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് പറ, എന്റെ അഭയ എവിടാണുള്ളത്? ഹേമ പറയുന്ന കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. അതിലെ ഒരാൾ അവരോട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ അവ എവിടെയാണെന്ന് അറിയാം. പക്ഷെ അത് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എനിക്ക്. എന്ത് കണ്ടീഷൻ? പക്ഷേ ഇപ്പൊ നിങ്ങൾ വിടണം. അതേപോലെ എന്നെ ആരും ഇനി കൊല്ലാൻ പാടില്ല. ശരി, ഞാൻ വാക്ക് തരുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും വെറുതെ വിടാം. എന്നിട്ട് ആരുടെ ജീവൻ എടുക്കില്ല. ഗ്രാമത്തിലുള്ള ആൾക്കാര് അഭയനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കൊന്നുവെന്നാ തോന്നുന്നേ. അങ്ങനെ അയാളെ വേറെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുഴിച്ചു മൂടി. വേണമെങ്കിൽ നിങ്ങളെ ഞാൻ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. ഇതും പറഞ്ഞുകൊണ്ട് പ്രേതവും ഗ്രാമത്തിലെ എല്ലാവരും അയാളുടെ കൂടെ തന്നെ പോയി. എന്നിട്ട് ഭൂമി കുഴിച്ച് പ്രേതത്തിന്റെ കാമുകൻ അഭയനെ പുറത്തെടുത്തു. ഭൂമിക്കകത്തുനിന്ന് പുറത്തേക്ക് അയാളെ എടുത്തപ്പോ അതും ഒരു പ്രേതമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ പ്രേതം അയാളെ കണ്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. അഭയ്, നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയതല്ലേ? നിങ്ങളും ഇപ്പൊ ഒരു പ്രേതമായിട്ട് മാറി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും എത്ര വർഷങ്ങളായി നീ വരുമെന്ന് കാത്തിരിക്കുന്നു. നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും സംസാരം കേട്ട് ഹർഷ പറഞ്ഞു, ഞങ്ങൾ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടതില്. പക്ഷെ എന്റെ ഫ്രണ്ട് മനോജ് എവിടെയാണ്? ഇനി നിങ്ങൾ അയാളെ കൊന്നു കളഞ്ഞോ? ഇല്ല, അയാള് ജീവനോടുണ്ട്. ഞാൻ അയാളെ കൊല്ലാനിരുന്നതാ. പക്ഷെ സുഖമില്ലാത്ത അനിയനെ കുറിച്ച് അയാള് പറഞ്ഞപ്പോ ഞാൻ അയാളെ വെറുതെ വിട്ടു. ഇത്രയും നേരം കൊണ്ട് അയാൾ അയാളുടെ അനിയന്റെ അടുത്ത് എത്തിക്കാണും. എന്നിട്ടിങ്ങനെ ആ യക്ഷിയുടെ പ്രേതം അയാൾക്ക് കിട്ടിപ്പോയി. ഇപ്പൊ ഗ്രാമത്തിലെ എല്ലാവരും ഒരു പേടിയില്ലാതെ നഗരത്തിലേക്ക് എപ്പോ വേണമെങ്കിലും പോകും. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കമന്റ്സ് എഴുതി ഞങ്ങളോട് അറിയിക്കുക നിങ്ങൾക്ക് ഈ കഥ എത്രമാത്രം ഇഷ്ടപ്പെട്ടു. ഈ കഥ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.